ഹലോ ഗായ്സ്. അപ്പോൾ പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ സ്ഥലം കണ്ടിട്ട് നിങ്ങൾക്ക് എവിടെയാണെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതെ, നമ്മുടെ സ്വന്തം സൂ. അപ്പോൾ ട്രിവാൻഡ്രത്ത് ഞങ്ങൾക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് സൂവിലോട്ടൊന്ന് കയറാമെന്ന് കരുതി. ഇപ്പോൾ ഒരുപാട് നാളായി ഞങ്ങൾ വന്നിട്ട്. അതുപോലെ കുഞ്ഞിനും ആദ്യമായിട്ടാണ് വരുന്നത്. ഒരു ലോങ് ബ്രേക്ക് എടുത്ത് വരുന്നതിൻ്റെ ഫീല് ഞങ്ങൾക്ക് അടിപൊളിയായിട്ട് കിട്ടി കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, പുതിയതായിട്ട് വരുന്നത് പോലെ തന്നെയായിരുന്നു അവിടെ കയറിയപ്പോൾ ഉണ്ടായിരുന്നത്. കുഞ്ഞൻ എങ്ങനെയാണോ ഫീൽ ചെയ്തത് അതുപോലെ ഞങ്ങൾക്കും ഫീൽ ചെയ്തത്. ഓരോരോ മാറ്റങ്ങളുണ്ട്, പണ്ടത്തെ പോലെ അല്ല ഇപ്പോൾ. കുഞ്ഞനാണെങ്കിൽ ഒരുപാട് എൻജോയ് ചെയ്തു കേട്ടോ. ഞങ്ങളിങ്ങനെ കൈ പിടിക്കാതെ അങ്ങനെ വിടാറൊന്നുമില്ല പുറത്ത് പോകുമ്പോൾ, പ്രത്യേകിച്ച് ആൾക്കൂട്ടമുള്ള സമയത്ത്. അപ്പൊ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ഫ്രീ ആയിട്ട് വിട്ടതിന്റെ സന്തോഷമൊക്കെ നിറയെ ഉണ്ടായിരുന്നു. ഓടുകയും ചാടുകയും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വിഴലും, അങ്ങനെ ഒരു വലിയ കഥ ഉണ്ടായിരുന്നു. പിന്നെ അവന് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു കേട്ടോ. ഈ ടി വിയിലും മറ്റും കാണുന്നതിനൊക്കെ നേരിട്ട് കാണാൻ പറ്റിയതിന്റെ ഒരു ഇത് അവന് പേടിയുണ്ടായിരുന്നു കാണുമ്പോഴത്തേക്ക്. പിന്നെ നമ്മൾ ചെന്ന സമയം ഒരു 3 മണി ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയമായിരുന്നു. അപ്പോൾ എല്ലാവരും അനിമൽസ് എല്ലാവരും ഉറക്കമായി, ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരെയും നേരെ കാണാനൊന്നും പറ്റിയില്ല കേട്ടോ. കുരങ്ങന്മാരൊക്കെ ആണെങ്കിൽ മരത്തിലൊക്കെ എവിടെയൊക്കെ ഒളിച്ചിരിക്കുന്നു. ഞങ്ങൾ എങ്ങനെയൊക്കെയാ ഒന്ന് കണ്ടുപിടിച്ചത് തന്നെ. പിന്നെ അവന് കാണുന്നത് എല്ലാ ആനകളാണ് കേട്ടോ. ആനയെന്ന് മാത്രമേ പറയാൻ അറിയാവൂ. ബാക്കി ഈ കാണുന്നത് എല്ലാത്തിനെയും ആന 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 എന്നാ പറയുന്നത്. പിന്നെ ഈ ഒരു സ്റ്റാച്ചു കണ്ടിട്ട് പുള്ളിക്കാരൻ ഭയങ്കര പേടിച്ചു കേട്ടോ. ഞങ്ങൾ തൊടിയിക്കാനൊക്കെ നോക്കിയിട്ടൊന്നും അനങ്ങുന്നില്ല, സമ്മതിക്കുന്നുമില്ല. കുരങ്ങൻ ഇരിക്കേണ്ട അടുത്ത് കണ്ടോ, ഒരു കീരിയായിരിക്കുന്നത്. അവിടെ ഒരുപാട് മാറ്റമുണ്ട് കേട്ടോ. മുന്നേ പ്ലേസ് ചെയ്തിരുന്ന സ്ഥലത്തല്ല ഇപ്പോൾ അനിമൽസിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് അനിമൽസ് ഇല്ല ഇപ്പോൾ അവിടെ, കുറച്ചേ ഉള്ളൂ. പക്ഷെ ഒരുപാട് കാണാൻ ഒരുപാടുണ്ട് കേട്ടോ. അതിനകത്തൂടെ നടന്നു പോകുമ്പോൾ നല്ല രസമാണ്, നല്ലൊരു ഫ്രഷ് ഫീൽ കിട്ടും. നമ്മളതിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ സമയം പോകുന്നത് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. അവിടെ ചെന്നപ്പോൾ അവനും കൂട്ടൊക്കെ കിട്ടിയായിരുന്നു. പക്ഷെ അവൻ മൈൻഡൊന്നും ചെയ്തില്ല കേട്ടോ. പിന്നെ കണ്ടില്ല, ഭയങ്കര അമ്മാവന്മാരെ പോലെ നിൽക്കുന്നത്. ചുറ്റുപാട് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ശരിക്കും മരങ്ങളും നല്ല കാറ്റും നല്ല അടിപൊളിയായിരുന്നു. അവിടെ പോയതിൽ കണ്ടതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സീനറി ആയിരുന്നു കേട്ടോ ഇത്. നോക്കി എന്തോരം പക്ഷികളാണ്. ഏതാണെന്ന് എനിക്ക് മറന്നു കേട്ടോ. പേരവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഓർമ്മയില്ല. പിന്നെ ഞങ്ങൾ കണ്ടപ്പോൾ രസകരമായ കാഴ്ച ഇതായിരുന്നു. 2 കരടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഓടുന്നു. അടിപൊളിയായിരുന്നു. ഒരുപാട് നേരം ഉണ്ടായിരുന്നു കേട്ടോ. ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ സമയം പോകുന്ന അറിയത്തില്ലായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ. അങ്ങോട്ടും ഇങ്ങോട്ടും ആടി തല്ലി പിടിക്കും. നമ്മുടെ വീട്ടിലൊക്കെ കുഞ്ഞു പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി പിടിക്കത്തില്ലേ, അതുപോലെ. ഇത് കണ്ടോ, അവിടെ ഇങ്ങനെ പറന്ന് നടക്കുക ഒരു മയിൽ. ഞങ്ങളുടെ തലയുടെ മേളിൽ കൂടെ പറന്നു പോയി, പേടിച്ചു പോയി, ക്ഷീണിച്ചു വലഞ്ഞു കേട്ടോ. പിന്നെ ഞങ്ങൾ പുറത്ത് വന്നിരുന്നൊരു ഷാർജയും ഒക്കെ കുടിച്ചിട്ട്
അവിടെ കുറച്ച് നേരം ഒന്ന് വിശ്രമിച്ചു, നടന്ന് നന്നായിട്ട് ക്ഷീണിച്ചു. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകാം. വേറൊരു പരിപാടിയൊന്നുമില്ല, ഇനി നേരെ വീട്ടിലോട്ടാണ്. അപ്പോൾ ഞങ്ങൾ ടാറ്റയൊക്കെ പറഞ്ഞ് പോവാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ ബൈ ബൈ, സീ യു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അതുകൂടി കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ കുഞ്ഞനാണെങ്കിൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നില്ല കേട്ടോ. ഞാൻ ഇവൻ എങ്ങനെയെങ്കിലും ഇറക്കട്ടെ. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു.